ബോസ് നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള വലിയ ഒച്ചപ്പാടുകൾ നടക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ട് 2-3 ദിവസമായി. സാധാരണഗതിയിൽ സർക്കാർ ആശുപത്രികളിൽ അവിടെ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സർക്കാർ. എന്നാൽ ഈ കൂട്ടിരിപ്പിന് വരുന്ന രോഗികൾക്ക് ഭക്ഷണം കിട്ടില്ല. പലരും ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് അങ്ങനെ കിടത്തി ചികിത്സിക്കുമ്പോൾ ഈ കൂട്ടിരിപ്പ് രോഗികൾക്ക് ഭക്ഷണം പുറമേ നിന്ന് മേടിക്കേണ്ടി വരും. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരെ അറിയാമല്ലോ, സാമ്പത്തികമായി വലിയ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം കണക്കിലെടുത്തുകൊണ്ട് വളരെ മുൻപേ തന്നെ DYFI എന്ന ഒരു പ്രസ്ഥാനം പൊതിച്ചോറ് ഈ കൂട്ടിരിപ്പുകാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് അവർ പല വീടുകളിൽ നിന്നും കയറി ഇറങ്ങി ഓരോ പൊതിച്ചോറ് വെച്ച് അവർ കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി സമാഹരിച്ചിട്ട് ആശുപത്രികളിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. അതിനിന്നും മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. ഒരിക്കലും അതിനെ നമുക്ക് മോശമായി കാണാൻ സാധിക്കില്ല. രാഷ്ട്രീയത്തിൻ്റെയും കൊടിയുടേതൊന്നും നിറം അവിടെ കലർത്തേണ്ടതില്ല. എന്നാൽ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആശുപത്രി കോമ്പൗണ്ടുകളുടെ സ്ഥലം കയ്യേറി ഇങ്ങനെ DYFIയും സേവാഭാരതിയും ഒക്കെ അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പൊതിച്ചോറ് വിതരണത്തെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഒച്ചപ്പാട് ബഹളങ്ങളായി. പിന്നീട് മന്ത്രി അത് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും മലക്കം പറയുന്ന കാഴ്ചയാണ് കണ്ടത്. പൊതിച്ചോറ് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, ആശുപത്രിയുടെ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ സ്ഥലം, അവരുടെ കോമ്പൗണ്ടിലുള്ള സ്ഥലങ്ങൾ കയ്യേറി ഓരോരുത്തരും വലിയ ബാനറുകൾ വലിച്ചു കെട്ടി ഞങ്ങൾ ഇങ്ങനെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിൽ ആശുപത്രിയിൽ വരുന്നവർക്കും പോകുന്നവർക്കും വാഹനങ്ങൾക്കുമെല്ലാം ഒരു സഞ്ചാര തടസ്സം ഉണ്ടാക്കിക്കൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളെ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. പൊതിച്ചോറ് കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞത്. അത് നല്ല കാര്യം, തീർച്ചയായും ഭക്ഷണം കൊടുക്കുന്നത് മുടക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഈ DYFI ഉൾപ്പെടെയുള്ള സംഘടന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPMൻ്റെ യുവജന പ്രസ്ഥാനമാണ് DYFI. ഈ ചൂരൽമല പെട്ടിമുടി ദുരന്തമുണ്ടായിക്കഴിഞ്ഞപ്പോൾ 100 കണക്കിന് ആളുകൾ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടെ ചൂരൽമലയിൽ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ജീവകാരുണ്യ സംഘടന, അത് മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കാലത്തോളം വളരെ സ്തുത്യർഹമായ രീതിയിൽ അവരവിടെ കൊണ്ടുചെന്ന്, അതായത് ഈ കല്യാണ വീടുകളിലൊക്കെ സദ്യ ഒരുക്കുന്നത് പോലെ അവിടെ എത്തുന്ന മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തകർക്കും ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഭക്ഷണം അവിടെ വച്ച് പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അത് നല്ല ഭക്ഷണം. സർക്കാർ ഒരിടയ്ക്ക് കൊടുത്ത പോലെ ബ്രെഡും പാളയംകുടം പഴം മാത്രമല്ല കൊടുത്തിരുന്നത്, അവർ നല്ല ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായി. പക്ഷേ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് മുസ്ലിം ലീഗിന് വഴിവെക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒരു സുപ്രഭാതത്തിൽ അതങ്ങ് നിർത്തലാക്കി കളയുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ശബരിമല പോലുള്ള സ്ഥലത്ത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ശബരിമല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാനന ക്ഷേത്രമാണ്. അത് ഫവാസ് അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ അനേക ലക്ഷങ്ങളാണ് തീർത്ഥാടനത്തിന് വരുന്നത്. അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടന അവിടെ അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഇത് പിണറായി വിജയൻ ഇടപെട്ട് നിർത്തലാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇടുക്കിയിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയ്യപ്പ സേവാ സംഘത്തെ RSSൻ്റെ ഒരു സേവാഭാരതി സംഘത്തെ അവർ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു പോലുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ആപത്തുണ്ടാകുമ്പോൾ, മനുഷ്യൻ ബുദ്ധിമുട്ടി വലയുമ്പോൾ അവിടെ കൊടിയുടെ നിറം നോക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ തടയുന്ന ഒരു പ്രവണത ഇവർക്ക് ഉണ്ടായിരുന്നു. അത്തരക്കാരെ ഒരു കാരണവശാലും പിന്നീട് ഈ ജീവകാരുണ്യത്തെ പ്രവർത്തനത്തിൻ്റെ പ്രസക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അടിവരയിട്ട് നമ്മൾ പറയുന്നു, കൊടിയുടെ നിറം നോക്കിയിട്ടല്ല അവശത അനുഭവിക്കുന്നവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കേണ്ടത്, ഭക്ഷണം, മരുന്ന്, പാർപ്പിടം മുതലായ സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടത്. അതിന് യാതൊരു തർക്കവുമില്ല. എങ്ങനെ വിലയിരുത്തുന്നു ഫവാസ് ഇതിനെ? എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം ഞാനിതിനെ കാണുന്നത് 2 തരത്തിലാണ്. ഒന്ന്, മുരളീധരൻ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര വിയോജിപ്പണിയുണ്ട്. ഞാൻ ഒരു കാര്യം വെച്ചാൽ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഏറ്റവും വലുത് IUML ആണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന് താഴെ യൂത്ത് ലീഗ്, അതിന് താഴെയാണ് MSF. അപ്പോൾ ഈ MSF യൂത്ത് ലീഗും പാടെ കൂടിയിട്ട് ഒരു സേവന സംഘടന, നമ്മളിപ്പം കേരള ഗവൺമെൻറ്റിൽ KVYF, കേരള വളണ്ടിയർ യൂത്ത് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടന, പിന്നെ ഇത് ടീം കേരള എന്നാക്കി പേര് മാറ്റി. അതേപോലത്തെ സമാന്തര NSS പോലത്തെ, NSS എന്നാൽ നാഷണൽ സർവീസ് സ്കീം,
അത് ഈ കോളേജ് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന സർവീസ് ബോധം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ NYK നെഹ്റു യുവ കേന്ദ്ര വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് യുവജനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സേവന സംഘടനയാണ്. അപ്പം ഇത്തരത്തിലുള്ള ലീഗിൻ്റെ കീഴിലുള്ള MSFും യൂത്ത് ലീഗും പാടെ കൂടി നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് ഗാർഡ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു. കൊറോണ സമയത്തും അതേപോലെ കോവിഡിൻ്റെ സമയത്തും പ്രളയത്തിൻ്റെ കാലത്തെല്ലാം വളരെ വലിയ പ്രോഗ്രാംസ് അവർ ചെയ്തിട്ടുണ്ട്. അതിന് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അപ്പം മുരളീധരൻ ഇത്തരത്തിലുള്ള എന്താ പറയുക അവിടെ ചെയ്തപ്പം അവിടെ ഈ പറഞ്ഞ പോലെ വൈറ്റ് ഗാർഡിൻ്റെയും MSFിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകർ ഇത്തരത്തിലുള്ള വൈറ്റ് ഗാർഡിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്തപ്പം അത് പിണറായി വിജയൻ നിർത്തലാക്കി എന്നുള്ളത് പരമാർത്ഥമായ സത്യം തന്നെയാണ്. ആ കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് ചെയ്തത് അദ്ദേഹത്തിന് പേടിയുണ്ടാവും, അത് രാഷ്ട്രീയ മുതലെടുപ്പ് ലീഗ് നടത്തുമോ എന്നുള്ളൊരു സാധനം. പക്ഷെ അന്ന് അദ്ദേഹം കാര്യം പറഞ്ഞത് ഒരുപാട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഭക്ഷണത്തിൻ്റെ സേഫ്റ്റി നോക്കണം, ഭക്ഷണം ചെക്ക് ചെയ്യണം, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള കെയറിങ് അവിടെയാണ് ഫവാസ് നമുക്ക് പരിഹാസ്യോദകമായ മറ്റൊരു കാര്യം. സർക്കാർ പലപ്പോഴും വിതരണം ചെയ്തത് ഈ ഉണങ്ങിയ ബ്രെഡും പാളയംകുടം പഴമൊക്കെ ആയിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിനെ കൊണ്ട് അത്രത്തോളം വിപുലമായ ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ആളുകളെ ആ ദുരന്തമുഖത്ത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം മാറ്റി നിർത്തി ചിന്തിച്ച ആളുകളാണ് എന്നുള്ളതാണ് ഞാൻ അതിലൂടെ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാരണവശാലും കൊടിയുടെ നിറം നോക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ആവശ്യത അനുഭവിക്കുന്ന വിഭാഗത്തിന് അത് കിട്ടിയേ തീരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യം ചെയ്തപ്പോൾ അന്ന് പിണറായി വിജയൻ ഇടപെട്ട നിർത്തലാക്കിയിരുന്നു. പിന്നെ വലിയ തരത്തിൽ വിവാദങ്ങളായിരുന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പെർമിഷൻ കൊടുത്തു. കാരണം ജനങ്ങളെ വികാരം അതിനെതിരായി വന്നു എന്നുള്ള സാധനം കണ്ടപ്പോൾ, കാരണം ഗവൺമെന്റിന് സമാന്തര രീതിയിൽ കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടന കൊടുക്കും. പിന്നീട് അവർക്ക് വേറെ നിവൃത്തിയില്ലാണ്ട് പിണറായി വിജയൻ അതിന് അനുവാദം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ ശബരിമല വിഷയം ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങൾക്ക് വല്ലാണ്ട് അറിയില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അയ്യപ്പസേവാ സംഘം അവിടെ ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉൾപ്പെടെ സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ അവർ വലിയ സേവന പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ്, അയ്യപ്പസേവാ സംഘത്തിന് രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഒരു മുതലെടുപ്പ് നടത്തുന്നില്ല അവർ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഹിന്ദു ഓർഗനൈസേഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഭവമായതിൻ്റെ പേരിൽ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഈ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് പ്രവാസോടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ എന്തെങ്കിലും അവിടെ പോകേണ്ടത് തന്നെയാണ്. അവിടെ തീർത്ഥാടനം നടത്താനല്ല, അവിടുത്തെ വിഷയങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി. അതായത് നമ്മൾ ശബരിമല സന്നിധാനം പമ്പയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ കാനനത്തിലൂടെ മുകളിലേക്ക് യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നാട്ടിൽ 10 രൂപ കൊടുക്കണമെങ്കിൽ അവിടെ ഏതാണ്ട് 25 രൂപ കൊടുത്താലേ അത് കിട്ടുള്ളൂ. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ അവരതിന് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ അവരതിന് ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സൗജന്യമായിട്ട് ഇതെല്ലാം ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു സംഘടനയെ വിലക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ക്രൂരത മറ്റൊന്നുമില്ല. ഇതാണ് ശബരിമലയിൽ സംഭവിച്ച കാര്യം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തോട് നിലവിൽ നടക്കുന്ന കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ DYFI എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലുതൊരു CPM ആണ്. അതിന് തൊട്ട് താഴെ അവരെ യുവജന സംഘടനയായ DYFI, അതിന് നേരെ താഴെയാണ് അവർക്ക് കിടക്കുന്ന SFI നടന്ന സംഘടന. അപ്പം ഇവർ SFIയും DYFIയും പലപ്പോഴൊക്കെ CPMന്റെ നേതാക്കന്മാരും കൈകോർത്തുകൊണ്ട് അവർ 2017 ജനുവരി 1 ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ഹൃദയപൂർവ്വം പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പ്രോഗ്രാം അവരിടുന്നത്. മാത്രമല്ല അന്ന് ആദ്യം തുടക്കുന്നത് വെറും 300 പൊതിച്ചോറിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് തുടങ്ങുന്നു. ഇന്ന് അത് ലക്ഷക്കണക്കിന് 7 വർഷം കഴിയുമ്പോൾ ഏകദേശം കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഒരു സന്നദ്ധ സംഘടന, രാഷ്ട്രീയ പാർട്ടിയാണ് DYFI. അപ്പം എനിക്കൊരു വിധത്തിലും ഈ പറഞ്ഞ പോലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് പതാകയുടെ കീഴിലായിക്കോട്ടെ, അത് RSS ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ നിർത്തലാക്കുകയാണെങ്കിൽ അദ്ദേഹമാണല്ലോ ആരോഗ്യ വകുപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ആരോഗ്യ വകുപ്പിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ കയറില്ല എന്ന് അദ്ദേഹത്തിന് വാശി അത്ര നിർബന്ധമാണ്. അദ്ദേഹം ആദ്യം നിർത്തലാക്കേണ്ടത് KMCCയുടെ ലീഗിൻ്റെ ആംബുലൻസുകളായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ 106, 108 ആംബുലൻസിനാണ് KMCCക്ക് മാത്രമല്ല അവർ പച്ചക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അണ്ടർ ദ IUML ഓർഗനൈസേഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ ഓടുന്ന ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് ഈ KMCC ആംബുലൻസ് എന്നുള്ളത് പച്ചക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല സേവാഭാരതി ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, DYFI ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ എന്താ പറയുക കെയർ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, രാജീവ് ഗാന്ധി ആംബുലൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അദ്ദേഹം നിർത്തലാക്കുമ്പോൾ ഇതെല്ലാം നിർത്തലാക്കണം. കാരണം ഇവർക്കൊക്കെ രാഷ്ട്രീയ ചുക വരുന്നുണ്ട്, ഇവരൊക്കെ രാഷ്ട്രീയത്തിന് ലേബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് എനിക്ക് തോന്നിയൊരു കാര്യം, അദ്ദേഹം ഒരു ഏകാധിപത്യത്തിലോട്ട് പലപ്പോഴും പോകുന്നു. അദ്ദേഹത്തെ ഈ തീരുമാനത്തിനോട് എനിക്ക് തീർച്ചയായും വിയോജിപ്പുണ്ട്. കാരണം അത് പറഞ്ഞത് വളരെ നമുക്കത്
നേരെ വായിക്കാൻ പറ്റിയൊരു കാര്യമാണ്. കാരണം നോക്കൂ, നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട കോവിഡ് അല്ലെങ്കിൽ പ്രളയം പോലുള്ള മഹാവിപത്തുകൾ, ഈ മഹാവിപത്തുകൾ ഈ സർക്കാർ നൽകിയ കിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല ജനങ്ങൾക്ക് അത് അതിജീവിച്ച് പോരാൻ സാധിച്ചത്. ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ, അത് രാഷ്ട്രീയമുള്ള സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയം ഇല്ലാത്ത സന്നദ്ധ സംഘടനകളും എല്ലാം കൈമേയും മറന്ന് രാപകൽ അധ്വാനിച്ചതിൻ്റെ പേരിലാണ് കോവിഡിനെയും പ്രളയത്തെയും എല്ലാം അതിജീവിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ആ ഒരു പശ്ചാത്തലം ആരോഗ്യവകുപ്പ് മന്ത്രി ആയാലും അല്ല എന്നുണ്ടെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയാലും മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായാലും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഏത് തരത്തിൽ അതിജീവിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ കൊടിയുടെ നിറമൊന്നും ആരും നോക്കുന്നില്ല. ഇവിടെ എങ്ങനെ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുന്നത് DYFI നൽകുന്നെങ്കിൽ അവർ നൽകട്ടെ എന്നേ, സേവാഭാരതി നൽകുന്നെങ്കിൽ അവർ നൽകട്ടെ. അതിൻ്റെ നല്ല വശങ്ങളെ മാത്രം കണക്കിലെടുക്കുക. അതുകൊണ്ട് പബ്ലിക്കിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കുക. അല്ലാതെ ചോറ് കൊടുക്കണ്ട അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണ്ട, അത് രാഷ്ട്രീയ ലക്ഷ്യമാക്കിയാണെന്നൊക്കെ പറയുന്നത് അപക്വമായ ഒരു നടപടി തന്നെയാണ്. ഇപ്പം എന്താ പറയുക, അദ്ദേഹം പിണറായി വിജയനെ ഈ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ഈ പറഞ്ഞ പോലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്താണ് വ്യത്യാസം? പിണറായി വിജയൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ന്യായീകരിക്കുന്നവർ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്? പിണറായി വിജയൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇദ്ദേഹം ചെയ്തതും തെറ്റാണ്. അപ്പോൾ കാര്യങ്ങൾ ഇത്രേ പറയാനുള്ളൂ. പിണറായി വിജയനല്ല ഇദ്ദേഹത്തിന്റെ റോൾ മോഡൽ, അതല്ല ആക്കേണ്ടത്. എനിക്ക് ആ കാര്യത്തോട് അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും ശരി, എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇങ്ങനെയാണ്. പൂർണ്ണമായിട്ട് ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. അല്ല ഫവാസ്, അത് വളരെ റിയൽ ആയിട്ടുള്ളൊരു റിയൽ ഫാക്റ്റാണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ പോലെ ആംബുലൻസ് ഞാൻ പറഞ്ഞല്ലോ 108 106 ആംബുലൻസ് ആണ് KMCCക്ക് മാത്രമല്ല. അതിലൊക്കെ അവർ അതിന്റെ കളർ പോലും നോക്കിയാൽ പച്ചയാണ്. പച്ച ബോർഡിൽ അവർ ശാബ്ദങ്ങൾ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല ചിലയിൽ ഫോട്ടോ ഉണ്ടാവില്ല, പകരം അണ്ടർ ദ IUML ഓർഗനൈസേഷൻ അവർ എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല സേവാഭാരതിയുടെ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂത്ത് കെയറിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നടത്തുന്ന രാജീവ് ഗാന്ധി ആംബുലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്മ ആംബുലൻസ് ഉണ്ട്. അങ്ങനെ പല ഓർഗനൈസേഷൻ ആംബുലൻസുകളുണ്ട്. ഇതൊന്നുമല്ല, ഇനി നിങ്ങൾ വൈറ്റ് ഗാർഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വൈറ്റ് ഗാർഡ് എടുത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റും ഹോസ്പിറ്റലിന്റെ പല ഭാഗത്ത് ഉള്ളിൽ കയറിയിട്ട് വരെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഹോസ്പിറ്റലിൽ ക്ലീൻ ആക്കുന്ന പോലത്തെ പ്രവർത്തനങ്ങൾ വൈറ്റ് ഗാർഡ് ലീഗിന്റെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ യൂണിഫോം ഇട്ടിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം നിർത്തലാക്കണം. DYFIക്ക് മാത്രമല്ല ബാധകം. അങ്ങനെ നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ DYFI മാത്രം ടാർഗറ്റ് ചെയ്യരുത്. അവിടെ ലീഗ് വരുന്നുണ്ട്, കോൺഗ്രസ് വരുന്നുണ്ട്, ABVP വരുന്നുണ്ട്, VHP വരുന്നുണ്ട്, BJP വരുന്നുണ്ട്, വിശ്വന്ത് പരിഷത്ത്, എല്ലാവരും വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം. അത് DYFIയുടെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യത്വപരമായ ഇതൊക്കെ സമാന്തര രീതിയിൽ ചെയ്യാൻ ഗവൺമെന്റ് സാധിക്കുമോ എന്നുള്ള ചോദിച്ചിവിടെ കിടക്കുന്നുണ്ട്. ഇവരിത് വളണ്ടിയറിൽ ചെയ്യുമ്പോൾ എന്തിനാണ് തടയുന്നത്? അവരാണുള്ളത് നേതൃത്വം കൊടുക്കുന്നത്, അവരവർ ചെയ്തോട്ടെ, അതിനെന്തിന് തടയാൻ നിൽക്കുന്നത് എന്നുള്ള ചോദിച്ചിവിടെ കിടക്കുന്നത്. അല്ല തീർച്ചയായും ഇപ്പോൾ ഫവാസ് പറഞ്ഞത് ഇപ്പോൾ വയലാറിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നു. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, മാനവൻ്റെ വികാരങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, അവൻ്റെ അവശതകളിൽ അവന് ഒരു താങ്ങായിട്ട് അവൻ്റെ കണ്ണീരൊപ്പാനൊക്കെ നിൽക്കാത്ത ഒരു സംഘടനയ്ക്കും യാതൊരു പ്രസക്തിയില്ല. അങ്ങനെ ഏതൊക്കെ സംഘടന മുന്നോട്ട് വരുന്നുണ്ടോ, മനുഷ്യ ജീവിതത്തിൻ്റെ ആകുലതകളിൽ ചേർന്ന് നിൽക്കുന്നുണ്ടോ, അങ്ങനെയുള്ള സംഘടനകളാണ് ആവശ്യം. പിന്നെ ആ സംഘടനകൾ അവരുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരോധിക്കേണ്ട ആവശ്യമില്ല. ഫവാസ് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഏത് സംഘടനയാണ് അവരുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്താതെ ഇത്തരത്തിലുള്ള DYFI പറഞ്ഞ പോലെ ഒളിച്ചു കടത്തും. അവർ പച്ചക്ക് അവരുടെ ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ട്, DYFI കേരള എന്ന് എഴുതിയിട്ടുണ്ട്, ഹൃദയപൂർവ്വം പദ്ധതി. ഞാൻ ഒളിച്ചു കടത്തുന്നു എന്ന് ഉദ്ദേശിച്ചത് ഈ ഇത്തരത്തിലൊരു രാഷ്ട്രീയ വശം അവിടെ പറയുമ്പോൾ ഇവരിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത് പിൽക്കാലത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള ഘടകങ്ങളിൽ ഇവർക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാകണം എന്നുള്ളത് എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടാകാം. പക്ഷേ അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം എല്ലാം ഇത് മനുഷ്യ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അത് മരുന്നായാലും അല്ലെങ്കിൽ കൈത്താങ്ങായാലും ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതായാലും പാർപ്പിടം കെട്ടിക്കൊടുക്കുന്നതായാലും ഇതെല്ലാം ഏത് സംഘടന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്താലും അത് ആര് ചെയ്താലും ശ്ലാഘനീയം തന്നെയാണ്, അഭിനന്ദനാർഹം തന്നെയാണ്. രാഷ്ട്രീയം ആവശ്യമുള്ള ആളുകൾ രാഷ്ട്രീയം അതിൽ കണക്കിലെടുക്കുക. അല്ലാതെ അവിടെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ വിലമതിക്കാതെ കേവലം രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണ്ണോടുകൂടി കണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. എനിക്ക് മുരളീധരനോട് പറയാനുള്ളത്, ഒന്നല്ലെങ്കിൽ ഇതിന് സമാന്തരമായ ഒരു സാധനം അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഒരിക്കലും ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കില്ല. അതിന് പറ്റിയ ഒരു ശേഷി ഒരു ഗവൺമെന്റിനും ഒരു സർക്കാരിനും സാധിക്കില്ല. അതെ, കാരണം ഇത്രത്തോളം ജനങ്ങളെ ഒരേ സമയം നോക്കുന്ന പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഈ വരുന്ന DYFIയുടെയും അതേപോലെ SFIയുടെ കുട്ടികളൊക്കെ അവരുടെ കോളേജ് അടക്കം മുടക്കിയിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ചോറ് കൊടുക്കാൻ വരുന്നത്. ഇപ്പം
രാവിലെ മുതൽ 11-11:30 വരെ അവർ കോളേജിലിരിക്കും. ഉച്ച സമയത്ത് അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ജോലി ഡിവൈഫൈഡ് ആൾക്കാർ ജോലി ഒഴിവാക്കി പെട്ടെന്ന് ചോറുകൾ കളക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുന്നു. അത് പിന്നീട് വളണ്ടിയർലി സേവനം അവിടെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് SFIയുടെ കുട്ടികൾ ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് 11:30-12 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ആൾക്കാർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് വീണ്ടും കോളേജിലോട്ട് വരുന്നു. അപ്പോൾ ഇത്ര വരെ സിസ്റ്റമാറ്റിക്കലിയാണ് ആ സാധനം അവർ മൂവ് ചെയ്യുന്നത്. അവരുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും കൃത്യമായിട്ട് അത് സംഘടന ചെലുത്തുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ അദ്ദേഹത്തോട് എനിക്ക് നിർത്തലാക്കുന്നതോട് ഞാൻ വിയോജിക്കുന്നു. അദ്ദേഹം ഒരു ഏകാധിപത്യ കാരണത്തിലോട്ടാണ് പോകുന്നത്, കാലെടുത്ത് വെക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇത് അദ്ദേഹം നല്ല രീതിയിലാണ് അദ്ദേഹം കാണുന്നതെന്നുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇത് വലിയ തരത്തിൽ തിരിച്ചടി കോൺഗ്രസിന് നേടും. മാത്രമല്ല ഇതൊരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. 2016 ഏറ്റവും അവസാനത്തെ ഇലക്ഷനിൽ അന്ന് ഈ പറഞ്ഞ പോലെ വലിയൊരു വിവാദം ഉണ്ടായി. പ്രതിപക്ഷം, അതായത് അന്നത്തെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ സമ്മാനിച്ച് കുറച്ച് 2 ആഴ്ച മുമ്പ് എല്ലാവർക്കും അരി ഫ്രീ ആയിട്ട് 10 കിലോ 15 കിലോ അരി കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു. അന്ന് രമേശ് ചെന്നിത്തല ഇതിനെതിരെ പറഞ്ഞത് എന്താ പറയുക, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് അരി കൊടുക്കുന്നത്, അത്തരത്തിൽ വലിയ വിവാദം ഉണ്ടാക്കുന്നു. അന്ന് ആ സാധനം കൊടുത്തതിനാലേ ഇങ്ങനത്തെ പറഞ്ഞാലേ രമേശ് ചെന്നിത്തല അടിമടലെ മൂജിന്ന് മാത്രമല്ല 99 സീറ്റായിട്ട് പിണറായി വിജയൻ 2ാം വട്ടം സർക്കാർ ഉണ്ടാക്കി. അപ്പോൾ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ശരിയാണ്, അവർക്ക് രാഷ്ട്രീയ ടാർഗറ്റ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അത് പറയേണ്ട സ്ഥലവും സന്ദർഭം നോക്കണം. അല്ലെങ്കിൽ അതിന് സമാന്തരമായ രീതിയിൽ കോൺഗ്രസിനോ രമേശ് ചെന്നിത്തലക്കോ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു, അവർക്ക് സാധനം പറയാമായിരുന്നു. ചെയ്യാത്തും പറ്റാത്ത കാലത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെ ആയിരിക്കും. മാത്രമല്ല കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ CPM എതിർത്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ CPM കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതെല്ലാം തിരിച്ചിന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഏകാധിപത്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് തിരിച്ച് കോൺഗ്രസിന് തന്നെ മെനയാകുമെന്ന് കൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തും. അല്ല, തീർച്ചയായും ഈ സംഘടനകളെല്ലാം ഇപ്പോൾ അത് DYFI ആവട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, അല്ലെങ്കിൽ മറ്റെതിരെ ഏത് സന്നദ്ധ സംഘടനകളും ആവട്ടെ, ഇതെല്ലാം പൊതുജനത്തിന് വേണ്ടിയുള്ളതാണ്. പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുജനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് രൂപം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു കൊടിയുടെ നിറത്തിനും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും ഏർപ്പെടുത്താൻ പാടില്ല. ഇനിയിപ്പോൾ DYFIക്കാരുടെ പൊതിച്ചോറാണ് ഞാൻ വാങ്ങിക്കില്ല എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ വാങ്ങിക്കേണ്ട, വാങ്ങിക്കാം. ആരുടേതായാലും എനിക്ക് ഭക്ഷണം കിട്ടിയാൽ ഞാൻ കഴിക്കുമെന്നുള്ള മനസ്ഥിതിയുള്ള ആളുകൾ വിശന്നിരിക്കുന്നവർ അത് വാങ്ങിക്കഴിക്കട്ടെ. എന്തിനാണ് അവരുടെ ഇത്തരം അവസരങ്ങൾ തടയുന്നത്? അപ്പോൾ ഏത് പ്രസ്ഥാനത്തിൻ്റെതായാലും ജീവകാരുണ്യ സംഘടനകളെ ഒരു കാരണവശാലും തടയാൻ പാടില്ല. ഇതെല്ലാം മാനവരാശിക്ക് വേണ്ടിയുള്ളതാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ആ പ്രാഥമിക വശങ്ങൾ മന്ത്രിയായാലും തന്ത്രിയായാലും മറ്റാരായാലും മറക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം.